ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധാമു ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അലോക ജയിലിലായതോടുകൂടി നമ്മുടെ കൃഷ്ണമംഗലം തറവാട്ടിൽ ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. രാജശ്രീ ആണെങ്കിൽ അച്യുതനാണെങ്കിലും അനന്തനാണെങ്കിലും അച്യുതനും അനന്തനും ഇനിയും ചെന്ന് മുട്ടാവുന്ന വാതിലുകളൊന്നുമില്ല. എല്ലായിടത്തും ചെന്ന് മുട്ടി അലോകിനെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ ഒടുവിൽ നമ്മുടെ അലോകിന് ജാമ്യം കിട്ടാത്ത ഒരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, അനുശ്രീക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം അലോക് ഇനിയിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദേവമംഗലംകാരോട്, എൻ്റെ അച്ഛനോടും എൻ്റെ ഏട്ടന്മാരോടൊക്കെ ഏത് രീതിയിലാണ് അലോക് ഇനി പെരുമാറുക എന്നുള്ള ഒരു വിഷമവും പേടിയും നമ്മുടെ അനുശ്രീക്കുണ്ട് കേട്ടോ. ഒരു ഇത് മുഖത്തുണ്ടായിരുന്നു. അപ്പം ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മുടെ പിന്നെ ആര്യനും അതുപോലെ മിത്രയും മീനും ആനന്ദും ആകാശം എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ അനുശ്രീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാർക്കിലും സിനിമയ്ക്കും അതുപോലെ ഓരോ സിനിമയ്ക്കും ഒക്കെ കൊണ്ടുപോകട്ടോ. ആളെ ഒന്ന് ജോളിയാക്കി എടുക്കുന്നുണ്ട്. ആ സീനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വരുന്ന കാര്യം നമ്മുടെ അനുവിനെ അറിയാം. അലോകിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ അലോകിൻ്റെ ഏകദേശം ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നുവെച്ചാൽ കുറച്ച് നാൾ അലോകിൻ്റെ കൂടെ താമസിച്ചാണല്ലോ അനുശ്രീയും. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി മുതൽ പെരുമാറുക എന്നുള്ള ഒരു സങ്കടം അനുവിന് കൂടുതൽ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അനു ഇങ്ങനെ പല കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഗോമതി ചെന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്താ ഇങ്ങനെ ഇതിനു മാത്രം ആലോചിച്ച് സങ്കടപ്പെടുന്നത്? നീ ഇത്തിരി സന്തോഷമായിട്ടിരിക്കും. നിൻ്റെ ഏട്ടന്മാരും ഏട്ടന്മാരും നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നത്. മോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നാലല്ലേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുള്ളൂ. അപ്പോൾ അനു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. പക്ഷേ എങ്കിലും അനുശ്രീയുടെ മുഖത്ത് ആ ഒരു ഭയവും ഇപ്പോഴും ഉണ്ട്. ഗോമതി പറഞ്ഞു, നീ മോളെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ, നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഗോമതിയും നമ്മുടെ അനുശ്രീയും കുട്ടി അമ്പലത്തിലൊക്കെ പോവുക. അപ്പോൾ അമ്പലത്തിൽ പോയി ആ മൈൻഡൊക്കെ ഒന്ന് മാറി ഒരു ഇച്ചിരി സന്തോഷമൊക്കെ ആയിട്ട് സംസാരിച്ച് കളിച്ച് അമ്മയുടെ കൂടെ വരെയാണ് നമ്മുടെ അനു. അപ്പോൾ വരുന്ന വഴിയാണ് ഒന്ന് രണ്ട് ആൾക്കാർ, അയൽവക്കക്കാർ, നാട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ, സ്വന്തം കെട്ടിയോൻ ജയിലിൽ കിടക്കുക എന്നിട്ട് കളിച്ച് ചിരിച്ച് നടക്കുക എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഓരോ പിറുപിറുക്കളുടെ ഓരോ സംസാരങ്ങളൊക്കെ. അപ്പോൾ അത് അനുവിൻ്റെ ചെവിയിൽ കേട്ടു കേട്ടോ. അതിൽ ഒരു സ്ത്രീ ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഗോമതിയോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, എന്താ ഗോമതി, ഇത് സ്വന്തം ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോൾ മോൾക്ക് ഇത്ര സന്തോഷമോ? എന്നിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമൊക്കെ ആക്കുക അല്ലേ? അവിടെയാണെങ്കിൽ രാജശ്രീയുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, പാവം, പച്ചവെള്ളം പോലും അവൾ കുടിക്കുന്നില്ല. വല്ലാത്തൊരു കഷ്ടമാണ്. എന്നാലും മോളെ, എന്താ നീ ഇഷ്ടത്തിനനുസരിച്ച് നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കൊടുത്തനല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ? കാര്യമുണ്ടോ എന്നൊക്കെ അയൽവക്കാരും പെണ്ണുങ്ങളൊക്കെ ചോദിക്കാം. അതും കൂടെ കേട്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം തന്നെ കേട്ടോ അനുസരിക്കേണ്ടായത്. ആൾക്കാരൊക്കെ ഒരു മോശപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളൊരു കുറ്റബോധവും കൂടി അനുവിന് വരും കേട്ടോ. ഇത് കേട്ടപ്പോൾ ഗോമതി അവരുടെ അടുത്ത് മറുപടിയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അനുവിനെയും കൂട്ടി വീട്ടിലേക്ക് വരിക. വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അനു ഭയങ്കര സങ്കടത്തിലാണ്. കാരണം തന്നെ ഒരു മോശ പെണ്ണായിട്ട് അമ്മ എല്ലാവരും കാണുന്നത്. ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? അവനല്ലേ എന്നോട് ഇത്രമാത്രം ക്രൂരത കാണിച്ച്? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എൻ്റെ പൊന്നു മോള് കരയില്ലേ, നമുക്കറിയാലോ, പക്ഷെ നാട്ടുകാരൊക്കെ അറിയില്ലല്ലോ മോളെ ഇതിലെന്താ സംഭവിച്ചത് എന്നുള്ള. ഇതിൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും ഒക്കെ അറിയാം സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോമതി അനുവിനെ മാക്സിമം ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ആകെ ഡൗണായി ഇരിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം പോയി അവരുടെ കൂടെയൊക്കെ അടിച്ചു പൊളിച്ച് ഒരു സന്തോഷമൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഈ ഒരു സംസാരം കൂടെ ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അനുവിനെ അത് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ
വിളിക്കുക. നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ഇങ്ങനെ പോയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തൻ്റെ മോളെക്കുറിച്ച് ആൾക്കാരൊക്കെ ഓരോ വീട്ടിലും ചെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. ഇതിനൊരു വഴി കണ്ടെത്തണമെന്ന് കരുതി തന്നെ ബാലൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒരു ഓട്ടോയും മൈക്ക് സെറ്റും കോളാമ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബാലൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഗോമതി ചിന്തിച്ച് ചോദിക്കുക, അല്ല ബാലേട്ടാ, ഇവിടെ ഇതെന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? ഈ മൈക്ക് സെറ്റൊക്കെ എന്തിനാ? അതൊക്കെ ഉണ്ട് ഗോമതി, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ആ പൈസ കൊടുത്ത ഓട്ടോക്കാരനെ പറഞ്ഞുവിടാം. എന്നിട്ട് നമ്മുടെ ബാലൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം മകളുടെ ആ സത്യാവസ്ഥയായ നാട്ടുകാരെ അടുത്ത് ഓരോ വീട്ടിലും ചെന്നും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മോൾ എങ്ങനെയാണ് ഉണ്ടായതെന്നും പറയാൻ പറ്റില്ല എന്ന് ഒരു മൈക്ക് എടുത്ത് അത് നാട്ടുകാരുടെ കൂടെ മൊത്തത്തിൽ ആ കൃഷ്ണമംഗലംകാരനും തൊട്ടയൽക്കാർക്കും ഒക്കെ കേട്ട് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ് അടുത്തുള്ള വീടുകളിലെത്താൻ വലിയ താമസമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബാലൻ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ മൈക്ക് ഓൺ ചെയ്ത് തുടക്കം മുതൽ, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസം മുതൽ തൻ്റെ മകളോട് ആലോക ചെയ്ത ഓരോ പ്രവൃത്തികളും അവളെ ഭീഷണിപ്പെടുത്തുകയും ഫോട്ടോസ് കാണിച്ച് ഇത് നാളെ കല്യാണത്തിന് പ്രിൻ്റ് അടിച്ച് ഞാൻ മതിലിൽ കൂടെ ഒട്ടിക്കുമെന്നും കല്യാണ മണ്ഡപത്തിൽ വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളെ അവൻ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്തത്. എന്നിട്ട് കല്യാണ മുഹൂർത്തം കഴിയുന്നത് വരെ അവൻ എൻ്റെ മോളെ അയച്ചു വിട്ടിട്ടില്ല. കെട്ടയച്ചു വിടാൻ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ അവൻ വന്നു എൻ്റെ മോളെ, എന്നെയും എൻ്റെ കുടുംബത്തെയും നാട്ടുകാരെയും മുന്നിൽ നാണം കെടുത്തി എന്ന് കരുതട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ മോളെ ഒരു താലി എടുത്ത് സ്വയം കഴുത്തിൽ കെട്ടി ഇവൻ്റെ വീട്ടിൽ ഇവനും ഒരു നല്ലൊരു കുടുംബം ഇനിയും കിട്ടണ്ട എന്നൊരു ദേഷ്യം കൊണ്ടാണ് എൻ്റെ മോൾ ഈ ഒരു കാര്യം ചെയ്തതെന്ന് നമ്മുടെ ബാലൻ മയക്കെടുത്ത് പറയും കേട്ടോ. എല്ലാ ആൾക്കാരും കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി പറയേണ്ട, വേണ്ട ബാലേട്ട, വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഗോമതി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അറിയാത്തവരെ കൂടെ ചില സംഭവങ്ങൾ നമ്മൾ വീട്ടിലെ ചില സ്വകാര്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതറിയാം. പല ആൾക്കാരും ചില അറിവും അടുത്തുള്ള വീട്ടിലൊക്കെ അറിയും. പക്ഷെ അറിയാത്തവരുടെ കൂടെ ഇതിപ്പോൾ അറിയുമല്ലോ ബാലേട്ട, അതുകൊണ്ട് ഇതിലേക്കൊന്നും പോകണ്ട ബാലേട്ട എന്ന് പറഞ്ഞിട്ട് ഗോമതി നമ്മുടെ ബാലനെ വേണ്ട എന്ന് പറയുമെങ്കിലും ബാലൻ എല്ലാ കാര്യങ്ങളും Z വരെയുള്ള അനുമോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അനുവിനെ ചെയ്ത ക്രൂരതകളും എല്ലാം പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും നാട്ടുകാരും ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ രാജശ്രീ ആനന്ദിനും അച്യുതനും ഒക്കെ പ്രഷർ കയറിയിട്ട് നിൽക്കുകയാണ് ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാ. അപ്പോൾ രാജശ്രീ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ മോനെ ഇത്രയും കാട്ടിക്കൂട്ടി, എന്നിട്ടും അവൻ ഇപ്പോൾ ബാലൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടില്ല അച്ചുവേട്ടാ. നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ അച്ചുവേട്ടാ? എൻ്റെ മോനെ ജയിലിൽ അടച്ചതും പോരാ, അവൾ കല്യാണം കഴിഞ്ഞ് വന്ന എൻ്റെ മോനെ ഇനി ഇഞ്ചിഞ്ചായിട്ട് അവൾ തല്ലിച്ചതച്ചതും, എന്നിട്ടും ഇപ്പോൾ ദേ ജയിലിൽ വിട്ടു. എൻ്റെ മോൻ പട്ടിണി കിടന്ന് മരിക്കും, അവൾ സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞ് രാജശ്രീ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടും രാജശ്രീ. അച്യുതനും രാജശ്രീയെയും ഒക്കെ അനന്തം ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടിട്ടുണ്ട്, അതൊരു വലിയ വക്കീലാണ്. ആ വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ കേസിന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാകും. നിങ്ങൾ സമാധാനപ്പെടുക, അവൻ എന്തെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ബാലൻ പറയണ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിൽക്കണ്ട എന്ന് പറഞ്ഞ് നന്ദിനിയും അനന്തിനും ഒക്കെ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അലോകിന് 14 ദിവസത്തേക്കാട്ട് റിമാൻഡ് കിട്ടിയേക്കണേ. വീട്ടിൽ പോയി ആ കേസ് ഇങ്ങനെ കാര്യം പറഞ്ഞ് FIR പറഞ്ഞപ്പോൾ 14 ദിവസത്തേക്കാണ് അലോകിനെ ജയിലിലേക്ക് ഇട്ടേക്കണത്. അത് അനു നല്ല സ്ട്രോങ് ആയിട്ടാണ് എഴുതി കൊടുത്തേക്കണത്, അത് കാരണമാണ്. പക്ഷേ അനന്ത ഇങ്ങനെ വലിയൊരു വക്കീലിനെ കണ്ടു എങ്കിൽ ആ കേസുമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അനു കൊടുത്തിരിക്കുന്ന അത്രയ്ക്കും വാല്യൂ ഉണ്ടായിരുന്നു. ഒരു കിഡ്നാപ്പ് മാത്രമല്ല, ഒരു സ്ത്രീപീഡനം കൂടിയാണല്ലോ. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കിട്ടിയിട്ട് ഒരു ദിവസം തങ്ങിപ്പിച്ച് കല്യാണം മുടക്കി, അതൊക്കെ വളരെ കുറ്റകരമായ കാര്യങ്ങളാണല്ലോ അലോക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വക്കീലും പറഞ്ഞു ജാമ്യം കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആനന്ദിനും അച്ഛനും ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാട്ടോ.
ആകെ സങ്കടത്തിലാണ് കൃഷ്ണമംഗലം മൊത്തം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുകന്യയും നന്ദിനിയും നമ്മുടെ രാജശ്രീനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എങ്കിലും രാജശ്രീ ഒന്നും കഴിക്കുന്നില്ല, ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല. എൻ്റെ മകനെ കണ്ടാൽ ഇനി ഞാൻ ഒരിറ്റു പറ്റും പോലും ഞാൻ കഴിക്കുള്ളൂ, എനിക്ക് വെള്ളം പോലും ഇറങ്ങില്ല നന്ദിനിയെടുത്ത് ഇനി പറഞ്ഞുകൊണ്ട് രാജശ്രീ കിടന്ന് കരയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സുകന്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജശ്രീ എടുത്ത് ഈ കാര്യം, ഈ സമയത്ത് എന്തെങ്കിലും ഒരു കേസ് അത് ഇതും പറഞ്ഞ് നമ്മൾ ബാലേട്ടനെ ഗോമതി ചേച്ചി ഇനിയിപ്പോൾ നമ്മൾ അവരെ ഒന്നുകൂടെ ഒന്ന് വയലൻ്റ് ആക്കി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പേരിൽ ഒരു കേസും കൂടെ അവൻ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല ആലോകിന്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനും പോകണ്ട. അതുകൊണ്ട് രാജശ്രീ ചേട്ടത്തെ ഒരു സമാധാനപ്പെടുത്തും നമുക്ക് സുകന്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. നന്ദിനി ഒപ്പം തന്നെ പറയുകയാണ്. അപ്പോൾ രാജശ്രീയും പറയുന്നുണ്ട്, നീ കണ്ടോ എൻ്റെ മകനോ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, ഞാൻ ദേവമംഗലം കത്തിക്കും, ചാമ്പലാക്കും. അവളുണ്ടല്ലോ അനുശ്രീ, ഞാൻ കാണിച്ചു തരാം അവളെ. എൻ്റെ മകൻ ഇഞ്ചിഞ്ചായിട്ട് അവളെ കൊന്ന്, എന്നിട്ട് ഇപ്പോൾ അവൾ വലിയ പതിവ്രത ചമഞ്ഞ് അവൾ ദേവമംഗലത്തിരിക്കുന്നു, പുന്നാര വാവ എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ കിടന്ന് എണ്ണി പിറക്കും കേട്ടോ. എന്നിട്ട് രാജശ്രീ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റ് നന്ദിനിയുടെ അടുത്ത് പറയാം, നന്ദിനിയുടെ അടുത്ത് ഇനി ഒരു നിമിഷം നമ്മുടെ മിത്രേനെ അവൾ നിർത്തരുത്, കാരണം അവൾ ജീവൻ പോലും ആപത്ത് സംഭവിക്കും. ഇനിയിപ്പോൾ അനുവിനോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് മിത്രയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിത്ര അനുവിനോട് ഇവിടെയുള്ളവർ എങ്ങനെ കാണിക്കുന്നു അത് തൻ്റെ ജീവിതത്തിലും ബാധിക്കുമെന്ന് നമ്മുടെ മിത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയും വേഗം അനന്തേട്ടനോട് പറഞ്ഞ മിത്രേനെ കൂട്ടിക്കൊണ്ടുവാ നന്ദിനിയെടുത്ത് എന്ന് പറഞ്ഞ് ഒരു തരം ഒരു മൈൻഡ്ലി ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയ കണക്കുള്ള ഒരു സംസാരം കേട്ടോ നമ്മൾ രാജശ്രീ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എന്തായാലും അലോകൊന്ന് പുറത്തിറങ്ങട്ടെ രാജശ്രീ, എന്നിട്ട് നമുക്ക് വേണ്ട പോലെ തന്നെ ചെയ്യാം എന്ന് പറയുകയാണ്. അവസാനം ഒടുവിൽ വക്കീലിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അനന്തൻ്റെ ആ വാക്ക് വലിയ വക്കീൽ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഈ പെൺകുട്ടി കേസ് സ്വമേധയാ പിൻവലിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ അലോകിന് നിഷ്പ്രയാസം പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ രാജശ്രീ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ മിത്രേനെ പോയി ഒന്ന് കാണണം. മിത്രേനെ പോയി കണ്ടിട്ട് മിത്രയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ചെറിയമ്മ നിന്നെ എടുത്തു വളർത്തിയ ആളാണ്, ഞാൻ നിൻ്റെ ഏട്ടൻ ജയിലിൽ കിടന്ന് നിനക്ക് എങ്ങനെ അവിടെ സമാധാനമായിട്ട് ദേവമംഗലത്ത് നിൽക്കാൻ പറ്റുന്നു. അപ്പം മിത്ര പറഞ്ഞു, ചെറിയമ്മ ആലോകേട്ടൻ ചെയ്ത തെറ്റ് എത്രത്തോളം ആഴമുള്ളതാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് ചെറിയമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് മോളെ, നീ ഇങ്ങനെ പറയരുത്. നിന്നെ അവനെ ഒരുപോലെ ചോറ് വാരി തന്ന വളർത്തിയ ആളാണ് ഈ ചെറിയമ്മ. എൻ്റെ മകൻ ഇനി നീയും കൂടെ ഈ കുടുംബത്തിൽ നിന്ന് പോയി ആകെ കൃഷ്ണമംഗലത്തുള്ള നമ്മുടെ അലോകാണ്, അവനെ ഈ ജയിലിൽ അടപ്പിക്കാനാണോ നീ അവരോട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞ് ചെറിയമ്മ അലോകേട്ടൻ ചെയ്തത് തെറ്റ് കൂടെ ചെറിയമ്മ ഒന്ന് മനസ്സിലാക്കണം. ആ അനുവിനെ എത്ര കൂരായിട്ടാണ് പെരുമാറിയത്. അവളെ തലേ ദിവസം കല്യാണ തലേന്ന് കൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും കിട്ടിയിടുകയും ഒക്കെ ചെയ്തു. അവളുടെ ആ കുടുംബജീവിതം മൊത്തം ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ട് ഞാൻ എന്ത് ന്യായവും പറഞ്ഞ് ദേവമംഗലം ചെന്നിട്ട് അവരുടെ അടുത്തൊക്കെ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ എന്നെക്കുറിച്ച് എന്ത് കരുതും. ചെറിയമ്മ എന്നൊക്കെ നമ്മുടെ മിത്ര പറഞ്ഞപ്പോഴേക്കും രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എടി നിൻ്റെ സ്നേഹം ഇത്രയേ ഉള്ളോ, അല്ല നിൻ്റെ ഏട്ടനോടുള്ള സ്നേഹം നിനക്ക് ഇത്രയേ ഉള്ളോ, അല്ല നിനക്ക് ഇപ്പോൾ ആര്യനും അവരുടെ കുടുംബവും ദേവമംഗലവും വലുതായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനടി വലുത് എന്ന് പറഞ്ഞിട്ട് മിത്ര എന്നെ ശപിക്കാൻ പോലെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് രാജശ്രീ നിലവിളിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഇത് മിത്രയ്ക്ക് വളരെ സങ്കടമായി. മിത്ര വീട്ടിൽ ചെന്ന് മീനുവിനോടും ആര്യനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിത്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് ആ വിഷമം കൊണ്ട് ചെറിയമ്മ പറയുന്നത്, നീ അത് വലിയ കാര്യമാക്കാൻ നിൽക്കണ്ടെന്ന് പറയാം. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു കേസ് പിൻവലിക്കാൻ നടന്നാൽ മാത്രമേ അലോകിനെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതിനും കേസും പിൻവലിക്കാൻ മാത്രം. അങ്ങനെ ഇതറിഞ്ഞ് നമ്മുടെ ഇന്ദിരാമ്മ നേരെ ചെന്നിട്ട് അനുശ്രീയായിട്ട് സംസാരിക്കുകയാണ്. ഇന്ദിരാമ്മ സങ്കടപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാര്യം നിന്നോട് ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ഈ മുത്തശ്ശിക്ക് അറിയാം മോളെ, പക്ഷെ അവനും എൻ്റെ ചെറുമകനായി പോയില്ലേ മോനെ. എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ മക്കൾ അല്ലാണ്ട് ആവത്തില്ലല്ലോ. അതുകൊണ്ട് അതിനു മോളെ ഈ കേസ് പിൻവലിക്കണം. ആ വീട്ടിൽ ഇനി ആകെ ഒരാൺതരി ഉള്ളത് അവൻ ഒരാളാണ് മാത്രമാണ് ഉള്ളു. മോള് ചെയ്തത്
തെറ്റിനെല്ലാം മാപ്പ് ഞാൻ ചോദിക്കാം. എങ്കിലും എൻ്റെ അലോക കേസ് പിൻവലിച്ച് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ മോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ സങ്കടപ്പെട്ടിട്ടാണ് പോണത്. അനുവിനെ അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മുത്തശ്ശി എന്ന് പറയുമ്പോൾ കൃഷ്ണമംഗൾ വീട്ടിൽ ചെന്ന് കയറി അനുവിന് രാജശ്രീ ആണെങ്കിലും നന്ദിനി ആണെങ്കിലും ഇന്ദിരാമ്മ ആണെങ്കിലും അത്രയ്ക്കും കയറിയതാണ്. അവരെ അനുവിനെ നോക്കിയത് ആ ഒരു സ്നേഹമൊക്കെ അനു തിരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അനുവിന് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതേസമയം ഇതെല്ലാം ഉള്ളിലൊതുക്കി നമ്മുടെ ധർമ്മം നമ്മുടെ ബാലനെ കാണാനായിട്ടാണ് പോകുന്നുണ്ട് കോമഡി സ്റ്റോഴ്സിൽ. എന്നിട്ട് പറഞ്ഞു, ഞാനും അളിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷെ ഞാൻ ഇപ്പോൾ വന്നത് അലോകിൻ്റെ കാര്യങ്ങൾ വേണ്ടിയിട്ടാണ്. അളിയൻ എന്ത് ഭാവിച്ചാണ് കാര്യം അവൻ ചെയ്തത് തെറ്റ് തന്നെ, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ആ കുടുംബത്തിനോട് ആ കുടുംബത്തിലുള്ളവരോടും ഇത്രയും ക്രൂരമായി അളിയൻ വേണോ? അളിയൻ അത്രയ്ക്കും ദുഷ്ട മനസ്സുള്ളവനാണോ ഈ കേസ് കൊടുത്ത? ഇപ്പോൾ അവൻ്റെ മാത്രം വിഷമം മാത്രമാണോ കാണുന്നത്? എൻ്റെ അമ്മ അളിയൻ ഓർമ്മ വേണം. അളിയൻ പറയാറുണ്ടല്ലോ എൻ്റെ അമ്മ എന്ന് പറയുന്ന അളിയൻ അമ്മ പോലുമാണെന്ന്. എന്നിട്ടാണോ എൻ്റെ അമ്മയും ചേട്ടത്തിയും എല്ലാവരും ഇപ്പോൾ ഒരേ സങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അറിയാമോ, അളിയൻ്റെ ഒരൊറ്റ മനസ്സാക്ഷി തോന്നുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ പറയും, എൻ്റെ മോൾ അനുഭവിച്ച ആ സമയത്തുള്ള ബുദ്ധിമുട്ട് എത്ര പ്രായം ഉണ്ടടാ എൻ്റെ മോൾക്ക്. ആ കൊച്ചിനെ അവനെ ചെയ്ത ക്രൂരത ഞാൻ സഹിക്കണോ എന്നൊക്കെ എന്നോടാണോ നീ പറയുന്നത്? നിനക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എൻ്റെ മോളോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിനും ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അവൻ ഇനി പുറത്തിറങ്ങണ്ട, അലോക് ഇനി പുറംലോകം കാണണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നു, നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഈ ശാപമെല്ലാം കൂടെ നിങ്ങൾ തലയിൽ നിങ്ങൾ ഏൽക്കുന്നത് അത് ഏൽക്കും എന്നുള്ള കൂടെ നിങ്ങൾ ആലോചിക്കണം അളിയ എന്ന് പറഞ്ഞിട്ട് ധർമ്മം അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ഇതൊക്കെയാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ കൂട്ടുകാരെ.